തൊട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇന്റർവ്യൂ കോൾ ഒന്നും വരുന്നില്ല എന്ന് എല്ലാവരും പറയുന്ന ഒരു പ്രശ്നമാണിത്. നിങ്ങൾക്ക് ഈ പ്രശ്നമുണ്ടോ എങ്കിൽ ഡോണ്ട് വറി, ഞാൻ ഈ പറയുന്ന ടിപ്പ് ഒന്ന് ഫോളോ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എന്താണെന്നുണ്ടെങ്കിലും മാക്സിമം ഒരു 3 ഇന്റർവ്യൂ കോൾസ് എങ്കിലും നിങ്ങൾക്ക് പെർ വീക്ക് കിട്ടും, ഉറപ്പാണ്. കാരണം വെച്ചാൽ ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തതാണ്. അപ്പം ഈ ഒരു ചെറിയ ടിപ്പ് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാമെന്ന് വെച്ചു. ചിലപ്പോൾ അത് ആർക്കെങ്കിലും ഉപകാരപ്പെടും അല്ലേ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്കറിയാവുന്നവർക്കും ഈ ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഒരു ടിപ്പ് യൂട്യൂബിൽ ആരും ചെയ്തിട്ടില്ല, അത് ഉറപ്പാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് ഇങ്ങനെ ആരെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഞാനപ്പോൾ നോക്കിയപ്പോൾ അതിൽ ആരും ഇങ്ങനെ ഒരു ടിപ്പ് പറഞ്ഞതായിട്ട് എനിക്കറിയില്ല കേട്ടോ. അപ്പം ഞാൻ ഈ പറയുന്ന ടിപ്പ് എന്താണെന്നുണ്ടെങ്കിലും ഒരു യൂട്യൂബേഴ്സും പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ടിപ്പാണിത്. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ കമ്പ്യൂട്ടർ സ്ക്രീനാണ്, ഇനിയിപ്പോൾ എന്നെ കാണിക്കില്ല. അപ്പോൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഉള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഈ ഒരു വീഡിയോ കാണുക, നിങ്ങൾക്ക് എന്താണെന്നുണ്ടെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകും കേട്ടോ. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, CV അടിപൊളിയായിരിക്കണം കേട്ടോ. CV അടിപൊളിയായിട്ടും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കോൾസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണിത്. അപ്പം ആദ്യമേ നിങ്ങളുടെ CV നല്ല അടിപൊളിയാക്കുക, അതിനുശേഷം നിങ്ങൾ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്ത് നോക്ക്. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കോൾസ് വന്നിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഇൻഡീഡ് ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഒരു എക്സാമ്പിളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനും ഇതുപോലെ ഈ പറയുന്ന ടിപ്പ് ഫോളോ ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഇവിടെ കാണിക്കുന്നത് ഇൻഡീഡ് ആപ്ലിക്കേഷനാണ്. ഓൾറെഡി എൻ്റെ അത് ലോഗിൻ ആയിട്ടുണ്ട്. ആക്ച്വലി ഇത് എൻ്റെ അല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെയാണ്. അപ്പോൾ ഞാൻ കുറേ നാളുകൾക്ക് മുന്നെയാണ് ജോലിയും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടുള്ളത്. അപ്പോഴത്തേക്ക് അത് അത്ര അപ്ഡേറ്റഡ് അല്ല. സോ ഞാൻ ഓർത്തു ഇക്കാടത് വെച്ചിട്ടൊന്ന് കാണിക്കാമെന്ന്. കാരണം വെച്ചാൽ ഇക്ക ഓൾറെഡി റീസെൻ്റ്ലി ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പ്രൊഫൈലിൽ പോവുക. പ്രൊഫൈലിൽ പോയി കഴിയുമ്പോഴത്തേക്കും ഈ ഇൻഡീഡ് റെസ്യൂമേ എന്ന് പറഞ്ഞിട്ട് കാണും. പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത റെസ്യൂമേ ഇവിടെയും കാണാം. ഇങ്ങനെ ഈ ഒരു പ്രൊഫൈൽ പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു കൊടുക്കണം. അതായത് 100% എന്താ അത് അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് നമ്മൾ ഫുൾഫിൽ ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മുടെ പ്രൊഫൈൽ എപ്പോഴും കംപ്ലീറ്റ് ആയിരിക്കണം. കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊഫൈലിന് കുറച്ചുകൂടെ റീച്ച് കൂടുതലായിരിക്കും. അപ്പം നമ്മൾ എല്ലാ സെക്ഷൻസും നമ്മൾ എന്താക്കുക, ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഈ ബേസിക് സ്റ്റെപ്സ് എല്ലാം നിങ്ങൾക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും കംപ്ലീറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു ടിപ്പ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ A to Z കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞു തരുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങളുടെ പ്രൊഫൈൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, ഇതൊക്കെ എല്ലാം ഓൾറെഡി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യുക കേട്ടോ. ഈ ഒരു ടാബിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത ജോബ്സ്, പിന്നെ അതുപോലെ തന്നെ ഇൻ്റർവ്യൂ കോൾസ് വന്നിട്ടുള്ളത്, അങ്ങനത്തെ എല്ലാം ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻ ഇട്ടിട്ട് അത് വ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ വ്യൂഡെന്ന് കാണിക്കും. പിന്നെ ചിലവരതങ്ങനെ അപ്ഡേറ്റ് ചെയ്യാറില്ല, ഭൂരിഭാഗം പേര് അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാറില്ല കേട്ടോ കറണ്ട് സ്റ്റാറ്റസ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക. വേറെ ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ് കേട്ടോ. ഇനി നമുക്ക് ഹോം പേജിലേക്ക് വരാം. അപ്പം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും. അപ്പം നമ്മൾ ഹോം ടാബിൽ വന്നിട്ട് നമ്മൾ ഏത് ജോബ് ഡെസിഗ്നേഷൻ ആണോ നോക്കുന്നത് അത് ജസ്റ്റ് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഏത് എമിറേറ്റിലാണോ നോക്കുന്നത് എന്നുള്ളത് നോക്കുക. അതൊക്കെ പിന്നെ അറിയാമല്ലോ അല്ലേ. പിന്നെ ഇവിടെ ഒരുപാട് ടാബുകളുണ്ട് കേട്ടോ. അതായത് നമുക്ക് ലാസ്റ്റ് 3 ഡേയ്സിലേത്, 7 ഡേയ്സിലേത്, 14 ഡേയ്സിലൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പക്ഷെ ഞാൻ പറയുമ്പോഴത്തേക്കും ഇതും കൂടെ ഒന്ന് പറഞ്ഞു പോവുകയാണ്, അറിയാൻ പാടില്ലാത്തവർക്ക്. ഓക്കെ. അപ്പോൾ പിന്നെ ഉള്ളത് ജോബ് ടൈപ്പ്, അങ്ങനെ ഇതുണ്ട്. നമുക്ക് എന്താ നമ്മൾ സെർച്ച് ചെയ്യുന്ന ജോബ് നമുക്ക് പല രീതിയിൽ ഫിൽറ്റർ ചെയ്തെടുക്കാനായിട്ടുള്ള ഓപ്ഷൻ എന്താണെന്നുണ്ടെങ്കിൽ ഇൻഡീഡിലുണ്ട്. ഇൻഡീഡിൽ മാത്രമല്ല എല്ലാ ആപ്ലിക്കേഷൻസിലും ഉണ്ട് ഇതിങ്ങനെ കേട്ടോ. ഇവിടെ നമുക്ക് നമ്മുടെ ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് 14 ഡേയ്സ് അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഉള്ളത് നമുക്ക് റിമോട്ട്ലി വർക്ക് ചെയ്യാനായിട്ടുള്ളതാണെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതുകൊണ്ട്. പിന്നെ ജോബ് ടൈപ്പാണ് വരുന്നത്. ജോബ് ടൈപ്പിൽ ഫുൾ ടൈം ഉണ്ട്, ന്യൂ ഗ്രാജുവേറ്റ് ഉണ്ട്, പെർമനൻറ്റ്, കോൺട്രാക്റ്റ്, പാർട്ട് ടൈം, ഇൻറ്റേൺഷിപ്പ്, ടെമ്പററി. അപ്പം നമ്മൾ ഏത് കാറ്റഗറിയാണോ നോക്കുന്നത് അപ്പോൾ ആ കാറ്റഗറിയിലുള്ളത് നമുക്ക് ഫിൽറ്റർ ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ അത് എന്താണല്ലോ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഫിൽറ്റർ ചെയ്ത് നമ്മളുടെ ആവശ്യമനുസരിച്ചുള്ള ജോബ് നമുക്ക് അല്ലെങ്കിൽ ജോബിൻ്റെ വേക്കൻസി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും.
പിന്നെ പ്രിഫേർഡ് ആയിട്ടുള്ള ലൊക്കേഷൻ ദുബായ്, അൽബർഷ, അൽക്കൂസ, അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ എമിറേറ്റും പിന്നെ അത്യാവശ്യം ഉള്ള സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ലിസ്റ്റിലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളത് എല്ലാം കാണിക്കും. പിന്നെ അതുപോലെ തന്നെ കമ്പനീസൊക്കെ ഞാൻ സെർച്ച് ചെയ്തിട്ടുള്ള കമ്പനീസുകളാണ് ഈ കാണിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കമ്പനീസിൻ്റെ ലിസ്റ്റും നമുക്ക് കാണാൻ പറ്റും. പിന്നെ അടുത്തത് ജോബ് ലാംഗ്വേജ്, ഇംഗ്ലീഷും പിന്നെ വേറെ 2 ലാംഗ്വേജും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ബേസിക് കാര്യങ്ങൾ വരുന്നത്. പിന്നെ നിങ്ങൾ ഈ ഒരു ഇൻഡീഡ് ആപ്ലിക്കേഷൻ നോക്കുമ്പോൾ അതിനകത്ത് ഫൈൻ സാലറീസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അത് അത്യാവശ്യം നമുക്ക് ഉപയോഗപ്പെടുന്ന ഒരു ടാബാണ് കേട്ടോ. അപ്പം ഇവിടെ നമ്മൾ നോക്കുന്ന ഇപ്പോൾ ഫോർ എക്സാമ്പിൾ HR എക്സിക്യൂട്ടീവ് ജോബാണ്, നമ്മൾ ദുബൈയിലാണ് നോക്കുന്നതെങ്കിൽ ഒരു ആവറേജ് എത്ര എമൗണ്ട് നമുക്ക് കിട്ടും എന്നുള്ളത് അത് ഡിപ്പെൻസ് ആണ്, ആവറേജ് ആണ് കേട്ടോ. അതായത് ഇപ്പം ഫ്രഷർ എന്നില്ല, എക്സ്പീരിയൻസ്ഡ് ആണെന്നില്ല, പക്ഷെ ഒരു ആവറേജ് നമുക്ക് കിട്ടുന്നത് എത്ര എമൗണ്ട് കിട്ടും എന്നുള്ളതും പിന്നെ താഴെ ജോബ് ഓപ്പണിങ്സ്, റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ഓപ്പണിങ്സും നമുക്ക് കാണിക്കും. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും പൊതുവെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഡെസിഗ്നേഷൻ സെയിം നോക്കിയിട്ട് ഓരോ എമിറേറ്റിലും നമ്മൾ മാറി മാറി ട്രൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഒരുമാതിരിപ്പെട്ട എമിറേറ്റ്സിലെല്ലാം കുറച്ച് കുറവും ദുബൈയിൽ ഇച്ചിരി കൂടുതലാണ്. അപ്പം ദുബൈയിൽ കൂടുതലാണെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കണം ദുബൈയിൽ എക്സ്പെൻസും കൂടുതലാണ്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നമുക്ക് ഈ ഒരു ഇതിലൂടെ നമുക്ക് മനസ്സിലാവും. ആവറേജ് ഈ ഒരു പൊസിഷനിൽ എന്തോരം നമുക്ക് സാലറി കിട്ടും അല്ലെങ്കിൽ എത്രത്തോളം എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഇത് ഒരിക്കലും ഒരു ഫ്രഷറിൻ്റെ സാലറി അല്ല അവരതവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പം ഒരു ആവറേജ് ഒരു എമൗണ്ട് ആണ് കാണിക്കുന്നത്. അതായത് നമ്മൾ പറയില്ലേ ഒരു അപ്രോക്സിമേറ്റ് ഇത്രയും കിട്ടും എക്സ്പീരിയൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ. ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ആളുടെ സാലറിയെക്കാളിലും കുറച്ചുകൂടെ കുറവായിരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ ഒരു ജസ്റ്റ് ഒരു അപ്രോക്സിമേറ്റ് എമൗണ്ട് ആണ് ഈ കാണിക്കുന്നത്, എക്സാക്റ്റ് എമൗണ്ട് അല്ല കേട്ടോ. പിന്നെ ഈ ഒരു സാലറിനെ നമ്മൾ അങ്ങനെ റിലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അറിയാനായിട്ട് നമുക്കൊരു ഐഡിയ കിട്ടാനായിട്ടൊരു ടാബ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ സാലറിയും കാര്യങ്ങളും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ സ്കിൽ സെറ്റ്, എക്സ്പീരിയൻസ്, പിന്നെ കിട്ടുന്ന നമ്മുടെ കമ്പനി, അതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മളുടെ സാലറി ഒക്കെ തീരുമാനിക്കുക, അല്ലെങ്കിൽ സാലറി എമൗണ്ട് അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പം ഇത് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നമുക്കിപ്പം ഒരാളുടെ അടുത്ത് ചോദിക്കുന്നതിലും ബെറ്റർ ഇങ്ങനെ ഒരു രീതിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നല്ലതല്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ കണ്ടപ്പോഴത്തേക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ജെനുവിൻ ആയിട്ടുള്ള ജോലിയാണോ എന്നുള്ളത് നോക്കുന്നത്. ഇപ്പം ഞാൻ എന്താ ഇവിടെ ബിൻ സലീം ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് എടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കത് ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ഡീറ്റെയിൽസ് കിട്ടും, അതായത് വെബ്സൈറ്റ്, ഡയറക്ഷൻസ്. അപ്പോൾ ഓൾറെഡി ഒരു ഗൂഗിൾ പേജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതൊരു ജെനുവിൻ കമ്പനിയാണ്, വെബ്സൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവരുടെ വെബ്സൈറ്റിൽ ജസ്റ്റ് പോവുക. അപ്പം ഒരുമാതിരിപ്പെട്ട വലിയ കമ്പനീസുകളെല്ലാം ടീം എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ചിലപ്പോൾ ഡയറക്റ്റ് ഇതുപോലെ കൊടുക്കും, ചിലപ്പം വേറെ ഏതെങ്കിലും സബ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അതിൽ കയറുമ്പോഴത്തേക്ക് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ അതൊക്കെ ഒന്ന് ജെനുവിൻ ആണോ എന്നുള്ളത് നോക്കുക കേട്ടോ. ചില കമ്പനികൾക്ക് വെബ്സൈറ്റും കാണത്തില്ല, ഇതുപോലെ ഗൂഗിൾ പേജും കാണത്തില്ല, ഒന്നും കാണില്ല. അപ്പോൾ അതൊന്ന് എപ്പോഴും നമ്മൾ കൺഫേം ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇവിടെ നമ്മൾ കോൺടാക്ട്സിൽ പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ അതിൻ്റെ ഇൻഫർമേഷൻ ഉണ്ടാകും. എന്താണെന്നുണ്ടെങ്കിലും ഒരു ഇൻ്റർവ്യൂ ഇമെയിലൊക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു ഇൻഫോ റിലേറ്റഡ് ആയിട്ടുള്ള ഇമെയിൽസൊക്കെ അവർ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ റിവ്യൂസ് ഞാൻ പറയുന്നത് ഒരു 3.8 തൊട്ട് മുകളിലോട്ടൊക്കെ വലിയ കുഴപ്പമില്ലാത്ത കമ്പനികളാണ്. പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഒരു 4 സ്റ്റാറിന് മുകളിലോട്ടുള്ള കമ്പനീസ് കുറച്ചുകൂടെ നോക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇവിടെ ഞാൻ റിവ്യൂ നോക്കിയപ്പോഴത്തേക്കും ന്യൂവസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ നോക്കുമ്പോഴത്തേക്കും അത്ര വലിയ നല്ല റിവ്യൂസ് അല്ല കാണുന്നത്. അപ്പോൾ പിന്നെ എന്താണെന്നുണ്ടെങ്കിലും കമ്പനികളിൽ ചീത്ത റിവ്യൂ ഉണ്ടാവും, നല്ല റിവ്യൂ ഉണ്ടാവും. പക്ഷേ കൂടുതൽ എന്താണെന്നുള്ളത് നോക്കുക. അപ്പോൾ അങ്ങനെ അതിനനുസരിച്ച് നമുക്ക് ആ കമ്പനിയിലെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ കമ്പനി ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല കമ്പനീസൊക്കെ ചൂസ് ചെയ്യുക. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ബേസിക് കാര്യങ്ങൾ. ഇനി നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം, അതായത് നമ്മൾ ഏത് ആപ്ലിക്കേഷനിലാണെന്നുണ്ടെങ്കിലും ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ചെയ്യേണ്ട കാര്യം, നിങ്ങളവിടെ കണ്ടു ഡേറ്റ് എന്ന് പറയുന്നത് പഴയതാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ എന്താക്കണം, ജസ്റ്റ് ഒന്ന് പ്രൊഫൈലിൽ കയറുക. അതിനുശേഷം ഏതെങ്കിലും ഒരു ലെറ്റർ ഇറൈസ് ചെയ്യുക, ദെൻ അത് വീണ്ടും എഴുതുക, ദെൻ നമ്മൾ സേവ് കൊടുക്കുക.
ഓക്കെ, അങ്ങനെ സേവ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്രൊഫൈൽ ഒന്ന് അപ്ഡേറ്റഡ് ആവും. എന്നിട്ട് നമ്മൾ നേരെ ഒന്ന് പഴയ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അവിടെ നമുക്ക് കാണാൻ പറ്റും അപ്ഡേറ്റഡ് ടുഡേ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ അപ്ഡേറ്റഡ് ടുഡേ എന്നുള്ളത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം, അതായത് ജോലിക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ പുതിയതായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പുതിയ ആളാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇൻഡീഡിൽ ന്യൂ എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് പോകും. അങ്ങനെ ഒരു കൺസിഡറേഷൻ വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായി എന്ത് പറ്റും, ഈ ഒരു പ്രൊഫൈലിന് ഇവർ കൂടുതലും ആദ്യം കാണിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ നമ്മൾ അയക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും മുകളിൽ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ഡെമോ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, കറക്റ്റായിട്ടുള്ള രീതി എങ്ങനെയാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇക്കയുടെ ഒരു ഇതെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ മറച്ചിട്ടുണ്ട്, ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പറൊക്കെ. അപ്പോൾ ഇവിടെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യുമ്പം വിത്ത് കവറിംഗ് ലെറ്റർ തന്നെ അയക്കാൻ ശ്രമിക്കുക, വിത്തൗട്ട് കവറിംഗ് ലെറ്റർ അയക്കരുത്. അത് പ്രോപ്പറായിട്ട് തന്നെ ഈ പറയുന്ന രീതിക്ക് തന്നെ അയക്കണം കേട്ടോ. നമ്മൾ ആ ഒരു ടിപ്പ് മാത്രം ചെയ്തിട്ട് നമ്മൾ തോന്നുന്ന രീതിയിൽ നമ്മൾ അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന റിസൾട്ട് കിട്ടില്ല. അപ്പം നല്ലൊരു കവറിംഗ് ലെറ്റർ തന്നെ എഴുതുക. അതിന് ശേഷം CV ഓൾറെഡി അപ്ഡേറ്റഡ് ആണ് എങ്കിൽ പോലും ഈ ഒരു അപ്ലോഡ് CV എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ CVയും കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുക. ദെൻ നമ്മൾ ജസ്റ്റ് റിവ്യൂ ചെയ്യുക, ദെൻ ആ ജോലിക്ക് സബ്മിറ്റ് ചെയ്യുക. ഈ ഒരു രീതിക്കാണോ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നത്? പലരും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യും, ഈ പറയുന്ന കവർ ലെറ്ററും കാര്യങ്ങളും ഒന്നും വെക്കില്ല. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയതുകൊണ്ട് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ പ്രൊഫൈലിൽ പോയിട്ട് നേരെ പ്രൊഫൈലിൽ പോവുക. പ്രൊഫൈലിൽ പോയി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മൈ ജോബ്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ള കാറ്റഗറിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള ജോബിൻ്റെ ലിസ്റ്റും കാര്യങ്ങളും വരും. അപ്പം ഈ ഒരു ടിപ്പ് എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. അങ്ങനെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും വിഷയം കാണും, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, പിന്നെ